ഗുരുവായൂർ തിരൂർ റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. ഗുരുവായൂരിനെയും തിരൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽപാത പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു. നേരത്തെ മരവിപ്പിച്ച പദ്ധതി വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികളുമായാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത്. പദ്ധതി തുടങ്ങാനുള്ള അനുവാദം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ട്. സർവേ നടപടികളും പൂർത്തിയായി. പദ്ധതിക്കുള്ള ഫണ്ടും ലഭ്യമാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയുടെ പ്രവൃത്തികൾ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് പോസിറ്റീവ് സമീപനമാണ് എടുത്തിട്ടുള്ളത്. പദ്ധതി ആരംഭിച്ചാൽ 5 കൊല്ലം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാവുമെന്നും ഇ ശ്രീധരൻ കൂട്ടിച്ചേർത്തു. 5 കൊല്ലം കൊണ്ട് ട്രിവാൻഡ്രം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽവേ റെഡിയാവും. ഇതിന്റെ കൂടെ തന്നെ തിരൂർ ഗുരുവായൂർ റെയിൽപാത അത് സാങ്ഷനായ വർക്കാണ്. അത് അവര് ആ വർക്ക് സാങ്ഷനായിട്ട് കുറേ കാലമായി. ഒന്നും പണി നടക്കില്ല. അപ്പോൾ റെയിൽവേ ബോർഡ് അത് ഫ്രീസ് ചെയ്തു, അത്രയേ ഉള്ളൂ. ക്യാൻസൽ ചെയ്തിട്ടില്ല, ഫ്രീസ് ചെയ്തു. ഇത് ഞാൻ റെയിൽവേ മിനിസ്റ്ററായിട്ട് കഴിഞ്ഞ കൊല്ലം എടുത്തു. അത് ഡീഫ്രീസ് ചെയ്തു. ഇപ്പോൾ തുടങ്ങാനുള്ള അനുവാദം കിട്ടി. അതിൻ്റെ സർവേ കഴിഞ്ഞു. അതെപ്പോൾ തുടങ്ങാൻ ഫണ്ടിന് ഒരു ക്ഷാമമില്ല. റെയിൽവേക്ക് ഒരു ക്ഷാമമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയല്ല, അല്ല, അത് റെയിൽവേയുടെ പദ്ധതിയാണ് കേരളത്തിൽ. പക്ഷെ കേരള സർക്കാർ കുറച്ച് ഉത്സാഹം കാണിക്കണേ. ഒരു 5-8 കൊല്ലമായി വെറുതെ കിടക്കാൻ ഒരു ഉത്സാഹം കാണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് കാണിക്കുമെന്ന് വിചാരിക്കണേ ഞാനോ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.